പൊതുപ്രവർത്തകൻ ഉസ്മാൻ കൂടി ചേരുന്നു. ശ്രീ ഉസ്മാൻ, അത് അതിഥി തൊഴിലാളിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബമാണെങ്കിലും നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ കൂടെ പ്രശ്നമാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്? ഈ കാമുകൻ്റെ സുഹൃത്തുക്കളും ആരാണ്, അവർ എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും സൂചനയുണ്ടോ ശ്രീ ഉസ്മാൻ? ഇതില് നമ്മുടെ ഇവിടെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നാ പറഞ്ഞത്. ഈ ഒരു ഡ്രൈവറുടെ പേര് പറഞ്ഞിരുന്നത് ഈ കുട്ടിയായിട്ട് പ്രണയത്തിലാണ്. മിനിയാന്ന് 2 മണിക്ക് ഈ കുട്ടിയെ സാധനങ്ങൾ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വിളിച്ചത്. പിന്നീട് ഈ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒന്ന് മണപ്പിച്ച് കുട്ടി ബോധമില്ലാതായി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഓർമ്മ വന്നപ്പം കൂടെ ഒരു 4-5 പേര് കൂടെ ഉണ്ട്. ഇവർ ടോട്ടൽ 5 പേരാ, ഡ്രൈവർ അടക്കം, ഇവരുടെ കാമുകൻ അടക്കം. പിന്നീട് ഈ കുട്ടിക്ക് എന്തോ മയക്കുമരുന്ന് കൊടുത്ത് കൈയെല്ലാം മുറി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുപോയിട്ടത്. കാമുകൻ എന്ന് പറയുന്ന ആൾ ഇതര സംസ്ഥാനക്കാരനാണോ അതോ മലയാളിയാണോ? മലയാളിയാണ് എന്നാണ് പറയുന്നത്. ഇത് അവരുടെ വല്യപ്പയാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ആ കുട്ടിയോട് ചോദിച്ചിട്ട്. അപ്പൊ ആ കുട്ടി പിന്നെ ജുവനൽ ഹോമിലെറ്റാണ് തോന്നുന്നു, മെഡിക്കൽ റിപ്പോർട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്ന് പറഞ്ഞു. അതും ആ കുട്ടിയുടെ വല്യപ്പയാണ്. ഇവര് ബംഗാളികളാണ്, മറ്റേ കൽക്കത്തക്കാരാണ്. ഈ കാമുകൻ എന്ന് പറയുന്ന ഈ ദ്രോഹിയും 4 കൂട്ടുകാരെയും അവരെവിടെയാണ്, ആരാണെന്നറിയുമോ? അവർക്ക് ആ കുട്ടി കാമുകന്റെ പേര് ആ കുട്ടി പറഞ്ഞിരുന്നു, എന്തോ ഒരു ബഷീറോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. കൃത്യമായിട്ട് അയാൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അവര് വളരെ പൈശാചികമായിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ട് പിറ്റേന്ന് ഇവിടെ കുട്ടി വരുന്ന സമയത്ത് പോലും വല്ലാത്തൊരു ഹാങ് ഓവറിലാണ്. ആ കുട്ടിക്ക് സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ലായിരുന്നു. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ അവരെല്ലാം ഇവിടെ കാറിൽ കൊണ്ടുവന്നപ്പോ ഇവിടെ പോലീസിനെ കണ്ട് അവര് തിരിച്ച് ഞങ്ങളുടെ പള്ളിയുണ്ട്, ആ പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഒരു സംശയാസ്പദമായിട്ടൊരു കാറ് പോകുന്നുണ്ട് എന്നല്ലാതെ കുട്ടിയെ ഡ്രോപ്പ് ചെയ്തതൊന്നും ഞങ്ങളുടെ ആ പള്ളിയിലെ CCTV കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും എന്തായാലും അക്രമമാണ് കാണിച്ചത്, അക്രമമാണ്, അങ്ങേറ്റത്തെ ക്രൂരതയാണ്. ഈ പറയുന്ന രീതിയിൽ എന്തോ സാധനം വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കൊണ്ട് വന്നത്. പാവം കുടുംബമാണ്, ഇവിടെ ഒന്ന് ജീവിക്കുന്നവരാണ്, തുണിക്കടയിൽ ജീവനക്കാരിയായ പെൺകുട്ടിയാണ്. അപ്പോൾ അതിനെ എന്തോ സാധനം വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് വന്ന് ഈ കാമുകനും 4 പേരും ചേർന്ന് ഉപദ്രവിച്ചു, വല്ലാതെ ഉപദ്രവിച്ചു. 20-ആം തീയതി പെൺകുട്ടി വീടിനടുത്തുള്ള റോഡിൽ ഇറക്കി വിട്ടു. ആ കുട്ടി വല്ലാത്ത മാനസികാവസ്ഥയിലാണ്, വലിയ മുറിവുകൾ ശരീരത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ജുവനൈൽ ഹോമിലാണ്. പെട്ടെന്ന് പിടിക്കട്ടെ ഈ പറയുന്ന ആൾക്കാരെ.